ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത കുറെ ആൾക്കാരുണ്ടല്ലേ. ഇപ്പൊ പബ്ലിക് എക്സാം എത്താനായി, ടൈമില്ല. അത് കുറച്ച് ദിവസമുള്ളൂ എക്സാമിന്. എന്നിട്ടും ഇപ്പോഴും പഠിക്കാതെ ഒരു ചാപ്റ്റർ പോലും അറിയാതെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാതെ മടിച്ചിരിക്കണോലോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ പറയുക, ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന് റിഗ്രറ്റ് അടിക്കും. ഇപ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ നോക്കാം, അല്ലെ നോക്കാം, എനിക്ക് അറിയില്ല, എങ്ങനെ നോക്കണം, അവിടെ നിന്ന് തുടങ്ങണം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മടിച്ച് ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ഞാൻ പഠിക്കണോ എന്നാ പഠിക്കണം, എന്നാ പഠിക്കാനുള്ള എഫേർട്ട് എടുക്കുക, അതും ചെയ്യുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും പബ്ലിക് എക്സാമിനുള്ള ടൈമും കുറഞ്ഞു വരിക. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒന്നും കാട്ടാൻ വയ്ക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പബ്ലിക് എക്സാം ആയി ആ തലേന്ന് ഒരു ചാപ്റ്റർ പോലും അറിയാതെ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കി. എക്സാം ഹാളിൽ ചെന്നിട്ട് എല്ലാവരും എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. നിങ്ങളൊപ്പല്ലോലും ഇപ്പുറത്തിരിക്കണോലൊക്കെ ഇരുന്ന് പഠിക്കാരം, നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇരിക്കണത്. റിഗ്രറ്റ് അടിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇവിടെയൊന്നും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ. നിങ്ങൾ തോറ്റു പോവും. SSLC തോറ്റല്ല അവസ്ഥ, ആലോചിച്ച് നോക്കി. ഞാൻ പറയട്ടെ, ഇപ്പൊന്നും ആവില്ല. ആ റിസൾട്ട് വരുന്ന ടൈമില് എല്ലാവരും വിളിച്ചു ചോദിക്കും, എടാ എന്റെ കുട്ടിക്ക് എത്ര മാർക്ക്, എത്ര A+ ഉണ്ട്, ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ അമ്മാക്കും ഉപ്പാക്കും ഒരാളിന്റെ കുട്ടിക്ക് എത്ര A+ ആണെന്ന് ചോദിക്കുമ്പോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആ മാർക്ക് ഇപ്പൊ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സീരിയസ്ലി പറ്റും. നിങ്ങൾ മടി മാറ്റി വെക്കുക. നിങ്ങളെ ഫോണാണ് മെയിൻ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഫോൺ ഒഴിവാക്കുക പഠിക്കുമ്പോൾ. ഇപ്പൊ നിങ്ങൾ ഫോണിൽ ക്ലാസ് എടുത്തിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യില്ല, എനിക്ക് കേൾക്കാനുള്ള ക്ലാസ് ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് എനിക്ക് ടൈം ആകുമ്പോൾ ഞാൻ ആ ക്ലാസ് എടുത്ത് കേൾക്കുമ്പോൾ ഞാൻ എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ട് കേൾക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കും, കാരണം ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾ ഈ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കുക. കാരണം നമ്മളിങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇൻസ്റ്റ തോണ്ടാനും അതിക്ക് പോയി റീൽസ് കാണാനൊക്കെ ഇങ്ങനെ തോന്നും. അതുകൊണ്ട് കുറച്ച് ദിവസത്തിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഈ പഠിക്കാതിരിക്കുമ്പോൾ കാരണം നമുക്ക് നമ്മളെ ഫേവറേറ്റ് പേഴ്സന്റെ മെമ്മറീസും ഫേവറേറ്റ് പേഴ്സന്റെ വോയിസും ഇമേജസും ഒക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും അല്ലെ, പഠിക്കാതിരിക്കുന്ന ടൈമിൽ. അതേപോലെ സ്കൂളിൽ ക്ലാസ് കേൾക്കുന്ന ടൈമിൽ ഓരോ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരിക. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിലൊന്നും ഉണ്ടാവില്ല എക്സാമിന് നിങ്ങളിപ്പം പരീക്ഷ എഴുതാൻ. നിങ്ങളെ പേപ്പറും നിങ്ങളെ പേനയും അതിൽ എഴുതിൻ്റെത് നിങ്ങളെ റിസൾട്ട് വരുമ്പോഴും നിങ്ങളെ റിസൾട്ടാണ് വരിക. ഈ ഫേവറേറ്റ് പേഴ്സണും ആരും ആ ടൈമിൽ ഉണ്ടാവില്ല. നമ്മൾ ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യും ടൈം വേസ്റ്റ് ചെയ്യുന്നതിനൊക്കെ. ടൈമില്ല, നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളുള്ളൂ SSLC പബ്ലിക് എക്സാമിന്. സാധാരണ എഴുതുന്ന ഒരു പരീക്ഷയല്ല SSLC എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം എല്ലാം എഴുതുമ്പോൾ ഒരു വിഷയത്തിന് തോറ്റാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ SSLCക്ക് ഒരു വിഷയത്തിന് തോറ്റാൽ തന്നെ കഴിഞ്ഞു. വീണ്ടും നിങ്ങൾ SSLC എഴുതി പഠിക്കണം. ഒരു സബ്ജക്റ്റിന് നിങ്ങൾ തോറ്റാൽ മതി. ഇനിയിപ്പോ ഓൺ എക്സാമിനും ക്രിസ്മസിനൊക്കെ ജയിച്ചു, എങ്ങനെയെങ്കിലും കോപ്പി അടിച്ചോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജയിച്ചു, പഠിക്കാതെ അങ്ങനെ പോയി ജയിച്ചു. അത് വിചാരിച്ച് SSLC എക്സാം ഹാളിലേക്ക് അതും വിചാരിച്ച് കയറി ചെല്ലാൻ പറ്റില്ല. നിങ്ങൾക്ക് കോപ്പി അടിക്കാനൊന്നും സമ്മതിക്കും. നിങ്ങളെ ഓൺ എക്സാമും ക്രിസ്മസും എഴുതുമ്പോൾ നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ പബ്ലിക് എക്സാമിന് അതല്ല, പുറത്തുനിന്നുള്ള ടീച്ചേഴ്സാണ്. എന്തെങ്കിലും കോപ്പി കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനേ പറ്റൂല. ഒറ്റ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല. കോപ്പി അടിച്ച് ജയിക്കാന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട. ഇപ്പൊ അഥവാ ടീച്ചേഴ്സ് ഒക്കെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് എഴുതാം, അങ്ങനെയുള്ള ഇതൊക്കെ ആലോചിച്ചിരിക്കണോലാണെങ്കിൽ ഓല കാര്യം നോക്കിയേക്കാരം ടൈമില് ഓല പേപ്പറിൽ ഇരുന്ന് എഴുതിയേക്കാരം. നിങ്ങളൊന്നും എക്സാം ഹാൾക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ ഇന്നെ കൊണ്ട് വെക്കൂല, ഇന്നെ കൊണ്ട് ഇങ്ങനെ മാർക്ക് വാങ്ങാൻ കഴിയൂല എന്നൊന്നും പറഞ്ഞിരിക്കാതെ നിങ്ങളെ കൊണ്ട് വെക്കും നിങ്ങളൊന്ന് തീരുമാനിക്കും. നിങ്ങളെ കൊണ്ട് വെക്കും, നിങ്ങൾ തുടങ്ങുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ച് തുടങ്ങണം എന്ന് അറിയാത്തോലാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 10 days സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലും നോക്കിയിട്ട് പഠിക്കുക. അതിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിക്കാനുള്ളതും റിവിഷൻ ചെയ്യാനുള്ളതും ബ്രേക്ക് ടൈം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നോക്കി പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ചാപ്റ്റേഴ്സ് അറിയാതെ എക്സാം എഴുതാൻ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം എവിടുന്നാ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നമുക്ക് അറിയില്ല. പിന്നെ നിങ്ങളെ സിലബസ് മാറിയിരിക്കണ്. നിങ്ങളെ സിലബസിലുള്ളവർക്ക് ഫസ്റ്റ് ആയിട്ട് നടക്കുന്ന SSLC എക്സാം ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചാപ്റ്റർ അറിയാതെ പോയിട്ട് കാര്യമില്ല. SSLC ടൈമിലൊക്കെ ഞാൻ അടിച്ച ടെൻഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്നല്ല. ഇതേപോലെ മടി പിടിച്ചിരുന്നിട്ട് തന്നെയാണ് ഞാൻ ലാസ്റ്റ് കിട്ടാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലോണം സങ്കടപ്പെട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാനായിട്ട് കളഞ്ഞതാണ്. ടൈം ഉണ്ടായിട്ടും മടിച്ച് ഞാനായിട്ട് കളഞ്ഞതാണ്. പബ്ലിക് എക്സാം ഹാൾക്ക് കയറുമ്പോൾ ആ ഫീലും ആ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കുന്ന ടൈമിലെ ഫീലൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ, കുറച്ചൊന്നല്ല. ഒരു നെഞ്ചിന്റെ ഉള്ളിൽ കൂടി ഒരു സംഭവം ഇങ്ങനെ കയറാണ്ട് അത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. പിന്നെ എല്ലാ എക്സാമും പോലെയല്ല SSLC പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആണ്. നിങ്ങൾക്കും പോലും അറിയാത്ത ആൾക്കാരും ടീച്ചേഴ്സും ഒക്കെ കാരണം നിങ്ങൾക്ക് വരിക.
എങ്ങനത്തെ സ്വഭാവമുള്ളവരാണെന്നോ അവരെങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. അത്രയും കളിയാക്കിയവരുടെ മുമ്പിലൊക്കെ അത്ര മാർക്കാണ് വാങ്ങുമ്പോഴല്ലോ. ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി എന്ന് പറയുമ്പോൾ നല്ല മാർക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ മനസ്സിലൊരു അസൂയ ഇങ്ങനെ വരും. ഉറപ്പായിട്ടും വരും. അവർക്ക് മുമ്പിൽ ഇത് ജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് നിങ്ങൾ കളയില്ല. പഠിച്ചോളി, ഇന്നേലും തുടങ്ങിക്കോളി. ഞാനിട്ട സ്റ്റഡി പ്ലാൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അത് നോക്കിയിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നോക്കിയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടഫിലെ സബ്ജക്ട് ആദ്യം തിരഞ്ഞെടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നോക്കിയിട്ടുള്ളത് പഠിക്കുക. എക്സാമും റിസൾട്ടും ഒക്കെ കഴിഞ്ഞിട്ട് അലോട്ട്മെന്റ് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതിന് വേറെ ടെൻഷൻ അടിക്കാണ്ട് കുറെ മാർക്കൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരൊറ്റ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂല. പിന്നെ വല്ല പ്രൈവറ്റിലൊക്കെ പോയി ചേരേണ്ടി വരും. പൈസ എണ്ണി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കൊന്നുമില്ല, റിസൾട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു പട്ടിന്റെ വില ഉണ്ടാവില്ല. ആരും തരാൻ പോണില്ല. എല്ലാരും ഇങ്ങനെ നിങ്ങളെ കളിയാക്കും. പിന്നെ മാർക്കൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ സമ്മാനം വാങ്ങണമൊക്കെ നോക്കിക്കേണ്ടി വരും. സ്കൂളിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കുമ്പോഴൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ റിഗ്രറ്റ് അടിക്കും. നമ്മളെ മടി കാരണം നമ്മൾ കളഞ്ഞ ടൈമൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കും. അലോട്ട്മെന്റിന്റെ ടൈമിലും അതേപോലെ റിസൾട്ട് വന്നാണ്ട് ഇങ്ങനെ പ്ലസ് നോക്കുന്ന ടൈമിലൊക്കെ നമുക്ക് തോന്നും പഠിച്ചാൽ മതിനെ, അപ്പൊ പഠിച്ചാൽ മതിനെ എന്നുള്ളത്. എക്സാം എന്ന് പറയുന്നത് അത്ര വലിയ ഭീകര കാര്യമൊന്നുമല്ല. നിങ്ങൾ കുറച്ച് എഫേർട്ടും നിങ്ങളെ ടൈമും ഒക്കെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി കുറച്ചാ പഠിക്കണമെന്നുള്ളെങ്കിലും മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ അതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത്രയും ടഫ് ഇല്ലായിരുന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനും കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കുക. എന്നെ കൊണ്ട് വാങ്ങാൻ കഴിയുമെന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും മാർക്ക് അങ്ങോട്ട് വാങ്ങി കാട്ടി കൊടുക്കുക. അതിന് നിങ്ങൾ മടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. നിങ്ങളെ ഡിസ്ട്രാക്ഷൻസും എല്ലാം മാറ്റി വെക്കുക. എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇന്നാണ്ട് പഠിക്കുക. ഓരോ ദിവസം ഒരു ദിവസം നിങ്ങൾ 2 സബ്ജക്റ്റ് എങ്കിലും നിങ്ങൾ തീർക്കാൻ നോക്കുക. പഠിക്കാൻ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ ഇത്രയും എത്തിയത്. ഇനി ടൈമില്ല. എക്സാം ആവാനായി. ഫെബ്രുവരി കഴിയാനായി. മാർച്ചിലാണ് എക്സാം. മെയില് റിസൾട്ട് വരും ചെയ്യും. ക്ലാസ്സിൽ ക്രിസ്മസിന് ഓണത്തിനൊക്കെ നല്ല മാർക്കുള്ള കുട്ടികളുണ്ട്. ഓൽക്കൊക്കെ എന്തായാലും എ പ്ലസ് കിട്ടും. ഓൽക്ക് ഇനി കാരം കിട്ടുക, എനിക്കൊന്നും എത്ര പഠിച്ചാലും കിട്ടൂല എന്നൊക്കെ നിങ്ങൾ കരുതും. അങ്ങനെ നിങ്ങൾ കരുതരുത്. നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ തുടങ്ങുക. ഈ മാർക്കിലെ കുട്ടികളൊക്കെ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് തന്നെയാണ് അവർക്ക് മാർക്കിൽ ഇത്. അല്ലാതെ വെറുതെ കിട്ടല്ല. നിങ്ങൾ ആ ടൈമിൽ ഒരു എഫേർട്ട് ഇടാതെ ഫോണിലും കളിച്ച് ഇൻസ്റ്റയും തോണ്ടി റീൽസും കണ്ട് യൂട്യൂബ് കണ്ടൊക്കെ ഇരുന്നാല് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. ആ ടൈമിൽ ആ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഓണത്തിലും ക്രിസ്മസിലും ഒക്കെ മാർക്ക് കിട്ടി. ഇപ്പൊ വരുന്ന പബ്ലിക് എക്സാമിൽ അവർക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാ? ഓലെ പഠിക്കണോണ്ട്. നിങ്ങൾ പഠിക്കണില്ല. നിങ്ങൾ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. പഠിക്കാനുള്ള ബുദ്ധി പടച്ചോനെ എല്ലാവർക്കും കൊടുത്തിക്കണം. അത് നിങ്ങൾ യൂസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും തന്നിക്കണ്. പിന്നുള്ള പ്രശ്നം ഇപ്പൊ എനിക്ക് ഒരു ചാപ്റ്റർ, ഇപ്പൊ ഞാൻ +1 എനിക്കൊരു ചാപ്റ്റർ, ഒരു കെമിസ്ട്രി ഞാനൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ 5 hours ഒക്കെ വേണ്ടി വരും പഠിക്കാൻ. അതേപോലെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് വേറൊരു ഫ്രണ്ടിന് ഇപ്പൊ 2 hours ഒക്കെ വേണ്ടി വരുള്ളൂ പഠിക്കാൻ ഒരു ചാപ്റ്റർ. ഓരോരുത്തരെ ഇതും ഡിഫറെന്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ബുദ്ധി ആർക്കും കൊടുക്കാതെ വന്നിട്ടില്ല. ബുദ്ധി കൊടുത്തിക്കണ്. നിങ്ങൾ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്തില്ല. അതാണ് പ്രശ്നം. പിന്നെ നിങ്ങൾ നോക്കുന്ന ചാപ്റ്റർ നല്ല സെറ്റ് ആക്കി നോക്കുക. വെയിറ്റേജ് നോക്കിയിട്ട് പഠിക്കുക. ഞാനൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഞാൻ ആ ചാപ്റ്റർ നല്ലോണം നോക്കും. ഞാൻ ഒരു ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിലും ആ ചാപ്റ്റർ ഞാൻ നല്ലോണം നോക്കി അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നത് റിവിഷൻ ഇങ്ങനെ ചെയ്യും. അതേപോലെ നിങ്ങളും ചെയ്യാം. നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എന്റെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഹിന്ദി എങ്ങനെ പഠിക്കണം, ഹിന്ദിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. എനിക്ക് അതിൽ ഇന്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞുതരാണ്ട്. ഹിന്ദിന്റെ എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം തൂക്കം തന്നെയാണ് പഠിക്കാൻ. പിന്നെ കുറച്ചൊരു എഫേർട്ട് ഒക്കെ ഇട്ട് പഠിക്കേണ്ടത്, കുറച്ചും കൂടി ഒന്ന് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത് സോഷ്യൽ സയൻസ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഈ 5 വിഷയമാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ IT എക്സാം കഴിഞ്ഞു. IT എക്സാമിന് നിങ്ങൾ ഒരു പേടിയും പഠിക്കേണ്ട. നിങ്ങൾക്ക് എ പ്ലസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും കയ്യിൽ നിൽക്കി കൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് എന്തായാലും ഉണ്ടാവും. അതിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട. അവിടെ പോയിട്ട് വെറുതെ ഇരുന്ന് ആ സ്വിച്ച് ഒന്ന് നിൽക്കിയാൽ തന്നെ മാർക്ക് കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നിങ്ങൾ ഇതിൽ ഒരു എ പ്ലസ് ഉണ്ട്. ഇനി ബാക്കി നിങ്ങൾ നേടിയെടുക്കേണ്ടത് 9 എ പ്ലസ് ആണ്. ആ 9 എ പ്ലസ് നിങ്ങൾ വാങ്ങും. ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാൻ പോവാണ്. ഇങ്ങനെയുള്ള സബ്ജക്ട് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാ അത് ആദ്യം നോക്കാം. ആ സബ്ജക്റ്റിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഏതാണെന്നുണ്ടാവും. ആ ചാപ്റ്റർ ആദ്യം ചൂസ് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. വെയിറ്റേജ് കൂടിയത്. എന്നിട്ട് ആ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ബാക്കി നോക്കുക. പിന്നെ ഈ മലയാളം ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അതിന്റെ മുമ്പ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യുക. മലയാളം അതേപോലെ ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയുന്നതാണ്. മലയാളമൊക്കെ കുറെ കഥ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി ഇടാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതിന് നിങ്ങൾക്ക് മാർക്ക് എ പ്ലസ് ഒക്കെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾക്ക് അറിയണതയോ അതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് സോഷ്യൽ സയൻസ് ഒക്കെ കുറെ ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് ഉണ്ട്. സോഷ്യൽ സയൻസിന് കൊടുക്കുക, അതേപോലെ മാത്സിന് കൊടുക്കുക, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി. എനിക്ക് ബയോളജി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്റ്റഡി ലീവ് SLC എക്സാം ടൈമിൽ 5 days ഉണ്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പം ബയോളജി പഠിക്കുക. 5 ദിവസമൊക്കെ മതി ബയോളജി ഫുൾ കവർ ചെയ്യാൻ. എക്സാം കഴിഞ്ഞിട്ട് കുറേ ദിവസം നിങ്ങൾക്ക് ലീവ് ഉണ്ടാവും. റീൽസ് കാണാൻ, വീഡിയോസ് കാണാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ആലോചിക്കുക, എന്തുവാണെങ്കിലും കാട്ടിക്കോ ടൈമിൽ.
ഉള്ള ടൈം എന്തായാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാം. നിങ്ങളെ ഓണത്തിന്റെ മാർക്കോ ക്രിസ്മസിന്റെ മാർക്കോ മോഡൽ എക്സാമിന്റെ മാർക്കില്ലാത്തതോ അതൊന്നും ഇപ്പൊ ഇതിൽ പെടൂല. നിങ്ങൾക്ക് SSLCക്ക് മാർക്ക് വേണം നിങ്ങൾ തുടങ്ങുക. എന്താ ഇന്ന് മുതൽ തുടങ്ങുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് മുതൽ നിങ്ങൾ തുടങ്ങുക.